Hi all. So in the previous class, we had discussed about some important fundamental concepts of system verilog. We had mainly discussed about the verification methodologies used in the industries, that is the constrained random testing and directed testing. Next, we had discussed about the standard test bench architecture used in the industry. Next, we had discussed about the importance of system verilog. Next, we had discussed about the data types in System Verilog, assignment operations in System Verilog, and we had also discussed about arrays, that is dynamic array, static array. We had discussed about that. Today, we are going to discuss one of the most important topic as well as a feature of System Verilog, that is OOPS, or Object-Oriented Programming. So first let us understand what is an object and what is a class to before we get into the deep depth. So നിങ്ങൾ ഇപ്പോൾ ഒരു വീട് പണിയുവാണ് അല്ലെങ്കിൽ ഒരു കാർ ബിൽഡ് ചെയ്യുവാണ്. സോ അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു വീട് പണിയുന്നതിന് മുമ്പ് അതിനൊരു ബ്ലൂ പ്രിന്റ് കാണും. ഓക്കെ, ഒരു പ്ലാൻ കാണും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുക. സോ ആ പ്ലാനിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ പോലെ ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പ്ലാൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾ ഒരു വീട് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോ ഒരു പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നല്ല, അതേ പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് 10 വീടുകൾ ഉണ്ടാക്കാം. അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് a class can multiple objects can be formed from multiple objects can be formed from a single class. Okay, അത് പറ്റും. അപ്പോ ഈ ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരേ ക്ലാസ്സിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊഴിച്ചാൽ ഒരു ബന്ധവുമില്ല. ആൻഡ് ദീസ് ഒബ്ജക്ട്സ് ഫോംഡ് and these objects formed are independent. ഓക്കെ, അപ്പോൾ അതാണ് ഒബ്ജക്റ്റും ക്ലാസ്സും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ഡെഫിനിഷൻ പോലെ പറയാൻ പറ്റുന്നത്. സോ ഒബ്ജക്റ്റ് ഈസ് ബേസിക്കലി ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഹൗ ക്ലാസ് ഇസ് ബേസിക്കലി എ blueprint of how its data members behave. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Member behaves, and object is basically implementation of that class. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ഒബ്ജക്റ്റിന്റെയും ക്ലാസിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ. ഇതൊരു ആക്ച്വൽ ഡെഫിനിഷൻ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് ഒബ്ജക്റ്റിന്റെയും ക്ലാസിന്റെയും. വേറൊരു കാര്യം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ടെസ്റ്റ് ബെഞ്ച് ഒക്കെ എഴുതുന്ന സമയത്ത് വി വിൽ ടേക്ക് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ മോഡ്യൂൾ. ഇൻസ്റ്റൻസ് ഓഫ് ദ മോഡ്യൂൾ. സോ ഇപ്പം നിങ്ങളിപ്പോ ഒരു മൊഡ്യൂൾ PB എടുത്തിട്ട് അതിൽ നമ്മളൊരു DUT കീപ്പ് ചെയ്യുക. ഇപ്പം എങ്ങനെയാ നമ്മളൊരു DUT, അതെ, ഹലോ, ഓക്കെ. അപ്പോൾ നമ്മളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് ബെഞ്ചിൽ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആഡിന്റെ എക്സാമ്പിൾ ആഡ് DUT എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ആഡ് DUT ഇതെന്ന് പറയുന്നത് ആഡ് എന്ന് പറയുന്ന ഡിസൈനിന്റെ ഒരു
ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഹാൻഡ്ലർ ഓഫ് ദ മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഹാൻഡ്ലർ എന്ന് വിളിക്കുന്നത്. ഹാൻഡ്ലർ ഇത് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ആണ്. സോ മൊഡ്യൂൾ ഹാൻഡ്ലേഴ്സ് ആർ സ്റ്റാറ്റിക് ഒബ്ജക്ട്സ്. ദിസ് ഇസ് എ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്. അപ്പൊ എന്താണ് ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ തിങ് throughout the simulation till you end the simulation ഈ ഈ DUT അതായത് ഈ DUTയുടെ ഇൻസ്റ്റൻസ് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മെമ്മറിയിൽ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ സിമുലേഷനിൽ റെലവെന്റ് ആയിരിക്കും. വെദർ യു യൂസ് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് വിൽ ബി റെലവെന്റ്. ഇനി ഒരു ഒബ്ജക്റ്റും ക്ലാസ്സും എന്ന് പറയുന്നത് എന്താണ്? an object of a class is a dynamic / volatile instance. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഹാൻഡ്ലർ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഇൻസ്റ്റൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി നിങ്ങളുടെ ഒരു ഇനിഷ്യൽ ബിഗിൻ ബ്ലോക്കിൽ ഒരു ഫിക്സഡ് സിമുലേഷൻ ടൈം കൊടുത്ത് ആ സിമുലേഷൻ കഴിയുമ്പോൾ അതിന്റെ എക്സിസ്റ്റൻസ് നശിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് എന്തിനാണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് സിസ്റ്റം വെരിലോഗിൽ ഒരു കോഡ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ നേരത്തെയൊക്കെ നമ്മൾ മൊഡ്യൂൾ TB എന്നൊക്കെ എഴുതി നമ്മൾ മാനുവലി ടെസ്റ്റ് ബെഞ്ചും അല്ലെങ്കിൽ നമ്മൾ മാനുവലി സ്റ്റിമുലസ് കൊടുത്ത് നമ്മുടെ DUTനെ ടെസ്റ്റ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നേരത്തെ ഞാനൊരു ആർക്കിടെക്ചർ പറഞ്ഞു തന്നു, മറ്റേ ജനറേറ്ററും സ്കോർ ബോർഡ്, ഡ്രൈവർ എന്നിവയുള്ള ഒരു ആർക്കിടെക്ചർ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഈ ഒരു കോഡ് എഴുതുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി കോംപ്ലക്സ്. കാരണം അതിനകത്ത് റാൻഡം വാല്യൂസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് വേണം. പിന്നെ നിങ്ങളുടെ DUTന്റെ ഇൻപുട്സിനെ കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ DUTയുടെ ഇൻപുട്ടിലേക്ക് നിങ്ങളുടെ റാൻഡം അതായത് ഈ ഡൈനാമിക് ഇൻസ്റ്റൻസസ് ജനറേറ്റ് ചെയ്ത വാല്യൂസിനെ കൊടുക്കുന്നതിന് വേറൊരു സംഭവം വേണം. അപ്പൊ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയ ഒരു ആർക്കിടെക്ചർ ആണ് നമ്മുടെ ഈ ടെസ്റ്റ് ബെഞ്ച് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ മെയിൻ ഒരു യൂസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ to hide the implementation and allow controlled access to the data members. അതായത് ജനറേറ്റർ എങ്ങനെ റാൻഡം സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർക്ക് അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മോണിറ്റർ എങ്ങനെ നമ്മുടെ ഇന്റർഫേസിൽ നിന്ന് ഡേറ്റ എടുത്ത് അത് ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് ജനറേറ്ററിന് അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇത് ഫൈനൽ ഡിസൈൻ DUTയിലേക്ക് ഇന്റർഫേസ് ചെയ്യുന്ന ആൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു ടെസ്റ്റ് ബെഞ്ച് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആർക്കിടെക്ചറലി വളരെ കുറച്ച് ചേഞ്ചസ് മാത്രം വരുത്തി നിങ്ങൾക്ക് അത് മറ്റൊരു സംഭവം വെരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ബെഞ്ച് ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി എന്തുപയോഗിക്കുന്നത്? ഈ പറഞ്ഞ ഒബ്ജക്ട്സ് അല്ലെ ഈ ഡൈനാമിക് ഇൻസ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടു ഹൈഡ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് അലോ കൺട്രോൾഡ് ആക്സസ് ടു ദ ഡേറ്റ മെമ്പേഴ്സ്, ഇതൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന ഒരു പേരുണ്ട് എൻക്യാപ്സുലേഷൻ. ഇപ്പം നമ്മൾ ക്ലാസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഡേറ്റ മെമ്പേഴ്സിനെ ഒക്കെ കുറിച്ച് പഠിക്കും. അപ്പൊ ഈ ഡേറ്റ മെമ്പേഴ്സിനെ ഒക്കെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് അതിനകത്ത് ചില ഡേറ്റ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് പബ്ലിക്കലി ആ ഒബ്ജക്റ്റിന്റെ എല്ലാ ഇൻസ്റ്റൻസുകളിലേക്കും എടുക്കുന്ന എല്ലാ ഇൻസ്റ്റൻസുകളിലേക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആർക്കും ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിലുള്ള വേരിയബിളിലേക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില കേസുകളിൽ ആ ക്ലാസ്സിനകത്ത് തന്നെ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള ഒരു ലോക്കൽ വേരിയബിൾ മാത്രമായിട്ട് നിങ്ങൾക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും.
അപ്പൊ ഏതൊക്കെ വേരിയബിൾ എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിന്റെ ഉള്ളിൽ തീരുമാനിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു ബേസിക് ക്ലാസിന്റെ ഒരു കൺസ്ട്രക്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓക്കെ, അപ്പൊ നമുക്കൊരു ബേസിക് ക്ലാസ് കൺസ്ട്രക്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. ക്ലാസ് കൺസ്ട്രക്ട് ജസ്റ്റ് ബേസിക്കലി നമ്മുടെ ഒരു ക്ലാസിന്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ പോലെയാണ് ഏകദേശം വരുന്നത്. അപ്പം ഇനിഷ്യലി നമുക്കതിലൊരു 1 മിനിറ്റ്. ഓക്കെ, യാ, അപ്പോ ഇനിഷ്യലി നമ്മൾ നമ്മുടെ മൊഡ്യൂളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്താണോ ക്ലാസിന്റെ പേരെന്നുള്ളത് അത് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതണം ക്ലാസ് ആഡ്. ഓക്കെ, അപ്പം അത് സ്പെസിഫൈ ചെയ്ത ശേഷം സെമിക്കോളൻ ഇടണം. ഓക്കെ, അതിനുശേഷം ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ മെമ്പേഴ്സിനെ കൊടുക്കും. ഓക്കെ, ഡേറ്റ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന്റെ അകത്തുള്ള മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ക്ലാസ്സിന്റെ ഉള്ളിൽ ക്ലാസ്സിന്റെ ബിഹേവിയറിനെ ഡിഫൈൻ ചെയ്യുന്നത് മെത്തേഡ്സിലാണ്. അപ്പൊ ഈ മെത്തേഡ്സ് ഇന്ററാക്ട് ചെയ്യേണ്ട വേരിയബിൾസിനെയാണ് നമ്മൾ ഡേറ്റ മെമ്പേഴ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡേറ്റ മെമ്പേഴ്സിനെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് 2 ഡേറ്റ മെമ്പേഴ്സിനെ കൊടുക്കാം. bit2 down 0, data1, bit2 down 0, data2 എന്ന് പറഞ്ഞ് നമുക്ക് 2 വേരിയബിൾസിനെ ജസ്റ്റ് ചുമ്മാ കൊടുക്കാം. അതിനുശേഷം എൻ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡേറ്റ മെമ്പേഴ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു മൊഡ്യൂൾ ടി ബി നമ്മുടെ നോർമൽ ടെസ്റ്റ് ബെഞ്ച് മൊഡ്യൂൾ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ ഈ ക്ലാസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിക്ലെയർ ചെയ്തത് നമ്മുടെ DUT ഡിക്ലെയർ ചെയ്യുന്ന അതേ സ്റ്റെപ്പിൽ തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ ക്ലാസ് നെയിം എന്താണെന്നുള്ളത് ഇവിടെ അടിക്കുക. എന്നിട്ട് ഇതിനൊരു ഇൻസ്റ്റൻസ്, ഇതിന്റെ ഒരു ഇൻസ്റ്റൻസിന്റെ പേരും കൂടെ കൊടുക്കുക. ഇൻസ്റ്റൻസ് നെയിം. ഫോർ എക്സാമ്പിൾ ക്ലാസ് ആഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും ആഡ് ആഡ് അതേ ഇൻസ്റ്റൻസ് നെയിം തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ ആഡ് എന്നാണെങ്കിൽ അവൾ ആഡ്, ജസ്റ്റ് വേണമെങ്കിൽ ആഡ് തന്നെ നമുക്ക് ഇൻസ്റ്റൻസ് നെയിം കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് C1 അല്ലെങ്കിൽ A1 ഫസ്റ്റ് ക്ലാസ്സിനെ സൂചിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും ജനറേറ്റർ ജെൻ എന്ന് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്ലാസ് ഹാൻഡ്ലർ എന്ന് വിളിക്കുന്നത്. ക്ലാസ് ഹാൻഡ്ലർ. ഓക്കെ, ഇനി അതിനുശേഷം അപ്പൊ ഈ ക്ലാസ് ഹാൻഡ്ലർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റൻസ് ഒരു ഒബ്ജക്റ്റ് ആകത്തില്ല. അതായത് ഇതിനെ ജസ്റ്റ് നമ്മളിപ്പോ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ഒബ്ജക്റ്റ് ആണ്. അതായത് സിമുലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമുലേഷൻ ടൈം ഇത് ഡൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇതിനെ ഒരു പ്രൊസീജറൽ ബ്ലോക്കിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിന് ജീവൻ വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഒബ്ജക്റ്റ് ഫോം ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഇതിൽ നിന്നൊരു ഒബ്ജക്റ്റ് നമ്മൾ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഇനിഷ്യൽ ബിഗിൻ ഒരു പ്രൊസീജറൽ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് ഇപ്പം ഞാനിപ്പോ ഇതിന് ജനറേറ്റർ എന്ന് പറയുന്ന ക്ലാസ് ആണ് ഇവിടെ നമ്മൾ ഫോം ചെയ്തത്. ഇപ്പം
അല്ലെങ്കിൽ ആഡ് എന്ന് പറയുന്ന ക്ലാസ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ആഡ് A1 എന്നിടാം. A1. ഓക്കെ, ആഡ് A1 എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കുവാണ്? ഇനി നമ്മൾ ഇതിന് ഈ പറഞ്ഞ ഇൻസ്റ്റൻസിനെ നമ്മൾ നമ്മൾ ഒരു മെമ്മറി ഒക്കെ അലോട്ട് ചെയ്ത് അതിനൊരു ഓപ്പറേഷൻ ചെയ്യാനുള്ള പാകത്തിലേക്ക് ആക്കി എടുക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? A1 ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഈ കീവേഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതേ ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ മുൻപ് ഒരിടത്ത് പഠിച്ചായിരുന്നു. എവിടാ പഠിച്ചത്? ഡൈനാമിക് അറേയുടെ കോൺസെപ്റ്റിൽ നമ്മൾ അത് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരെന്താണ്? ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇതിന്റെ പേരാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ. ഓക്കെ, ഇതിനാണ് ക്ലാസ് കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ആക്ച്വലി കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ അത് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില പെർട്ടിക്കുലർ വേരിയബിൾസിനെ മാത്രമായി ആക്സസ് ചെയ്യണമെങ്കിൽ അത് പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നിങ്ങളൊരു ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റിന് ഒരു മെമ്മറി അലോട്ട് ആകത്തുള്ളൂ സിമുലേഷന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഹാൻഡ്ലർ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? നിങ്ങളുടെ ഒബ്ജക്റ്റിനെ ഒരിക്കലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിനുശേഷം ഈ ഒബ്ജക്റ്റിലെ ഡേറ്റ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ഡേറ്റ മെമ്പേഴ്സിനും എന്ത് സംഭവിക്കും? മെമ്മറി അലോട്ട് ചെയ്ത് കൊടുക്കും. അതായത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ബേസിൽ അല്ലെങ്കിൽ അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡ്സിന്റെ ബേസിൽ ഡേറ്റ മെമ്പേഴ്സിന് ഒരു മെമ്മറി അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്പ്ലേ, അതിൻ്റെ ഉള്ളിൽ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക, %0d. ജസ്റ്റ് എന്താന്ന് വെച്ചാൽ ബിറ്റ് ആണെങ്കിൽ %0b അത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? പാഡ് എന്നാണ് നമ്മുടെ A1 എന്നാണ് നമ്മുടെ ഡിസ്റ്റൻസിന്റെ പേര്. A1 ഡോട്ട് ഏത് ഡേറ്റ മെമ്പറിനെയാണോ ആക്സസ് ചെയ്യേണ്ടത് അതിനെ ഇങ്ങോട്ട് കൊടുക്കുക. അല്ല, എനിക്കിപ്പോ ഇവിടെ ഒരു വേരിയബിൾ വേണം. ലൈക്ക് ഞാനിപ്പോ ഒരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് A ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേരിയബിൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എയിലേക്ക് എനിക്ക് നമ്മുടെ ഡേറ്റ വണ്ണിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ A ഈക്വൽ ടു എന്തെന്ന് കൊടുത്താൽ മതി? A1 ഡോട്ട് ആ മെമ്പറിന്റെ പേര്, ക്ലാസ് നെയിം ഡോട്ട് ഡേറ്റ വൺ, അല്ല ഡേറ്റ മെമ്പർ നെയിം. ഓക്കെ, യാ, ഓക്കെ. അപ്പൊ ഇനി വേറൊരു സംഭവം ഇതിനകത്ത് നമുക്ക് ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഇനിഷ്യൽ ബിഗിന് ശേഷം ഞാനൊരു ഒരു 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 25 നാനോ സെക്കൻഡ്സ് ഡിലേ കൊടുത്തു. അപ്പൊ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 25 നാനോ സെക്കൻഡ്സ് നേരത്തേക്ക് നമ്മുടെ ഈ ക്ലാസ് ഓപ്പറേറ്റ് ഈ ഇനിഷ്യൽ ബ്ലോക്ക് ഓപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ഇത് ഓപ്പറേറ്റ് ചെയ്യത്തില്ല. ഇത് ഓൾവേസ് ബ്ലോക്ക് അല്ല, അതായത് ഫോർ ടിൽ ദ എൻഡ് ഓഫ് ദ സിമുലേഷൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട സംഭവമല്ല. അപ്പൊ ഈ 25 നാനോ സെക്കൻഡ് കഴിയുമ്പോൾ ഈ A1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എന്തോ പറ്റും? ഈ A1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നശിച്ചു പോവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു വോളറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു കീവേഡ് ആണ്, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോഡിഫയേഴ്സ്. മോഡിഫയേഴ്സ്, അപ്പോൾ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മൾ വെഹിക്കിൾസ് ഒക്കെ മോഡിഫൈ ചെയ്യാറുണ്ട്. അതായത് മോഡിഫൈ ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ വാഹനത്തിന്റെ ഇപ്പം വാഹനം മോഡിഫൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വാഹനത്തിന് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇത്ര CC-യുടെ എഞ്ചിൻ, ഈ എഞ്ചിൻ ഇത്ര bhp പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ ആ എഞ്ചിൻ മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും റീവാമ്പിങ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അതിനെ ട്യൂൺ ചെയ്ത് വീണ്ടും അതിന്റെ പവർ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. ഇപ്പൊ കാറിന്റെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അങ്ങനെ പറയുന്നത്. അതായത് അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെ
അതിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു വേരിയബിളിലും നമുക്ക് എന്തുണ്ട്, മോഡിഫയർ ഉണ്ട്. ഓക്കെ, സോ മോഡിഫയർ ഇസ് എ കീവേഡ്. One minute. So modifier is a keyword that changes the behavior, yeah, okay, behavior, then വേറെന്താ, visibility, lifetime or properties of a variable. വേരിയബിളിന്റെ മാത്രമല്ല, a method or a class. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്ന മോഡിഫയർ, ചില മോഡിഫയേഴ്സിന്, എല്ലാ മോഡിഫയേഴ്സിനും ഞാൻ ഇപ്പൊ പറയില്ല, അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ പറയാം. ഇപ്പൊ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യുന്ന മോഡിഫയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ ക്ലാസ് ആണ്, നമ്മൾ ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്സസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അതിന്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് തന്നെയുള്ള ചില മോഡിഫയേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു വേരിയബിൾ, എനിക്കൊരു ഡേറ്റ മെമ്പർ വേണം. ഓക്കെ, ആ ഡേറ്റ മെമ്പറിനെ, അപ്പൊ ക്ലാസ്സിനകത്തുള്ള ആ ഒരു ഡേറ്റ മെമ്പറിനെ എനിക്ക് ഏത് മുഖേന ആക്സസ് ചെയ്യാൻ പറ്റണം, മൊഡ്യൂൾ വഴി ആക്സസ് ചെയ്യാൻ പറ്റണം, മറ്റൊരു ക്ലാസ് വഴി ആക്സസ് ചെയ്യാൻ പറ്റണം, അങ്ങനെ ഏത് മുഖേനയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള മോഡിഫയർ ആണ് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പബ്ലിക് മോഡിഫയറിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ഡേറ്റ മെമ്പറിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഒരു പബ്ലിക് അതൊരു പബ്ലിക് മോഡിഫയറിന്റെ പ്രോപ്പർട്ടീസോടെ ആയിരിക്കും അത് ഡിക്ലെയർ ആകുന്നത്, അല്ലെങ്കിൽ അത് ഇനിഷ്യലൈസ് ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കേസ്, എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി, അല്ലെങ്കിൽ അതിന്റെ ചൈൽഡ് ക്ലാസ്സിലേക്ക് ഒന്നും പോകണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഏതൊരു നമ്പർ തന്നാലും, ഏതൊരു നമ്പറിനെ ഞാൻ ആ പെർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് കൊടുത്താലും അതിനെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ 2 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് മോഡിഫൈ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സംഭവമല്ല. അത് ആ പെർട്ടിക്കുലർ ക്ലാസിന്റെ ഓപ്പറേഷന്റെ ഭാഗമായി അതിൽ സ്റ്റോർ ആയി കിടക്കേണ്ട ഒരു വേരിയബിൾ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്നൊക്കെ നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയും. അതേ പേര് തന്നെയാണ് ഇവിടെ ലോക്കൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൺലി എക്സിസ്റ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ ഈ ലോക്കൽ വേരിയബിൾസിനെ നിങ്ങൾക്ക് ആക്ച്വലി ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് സം സ്പെഷ്യൽ ഫങ്ഷൻസ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ആക്ച്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് അല്ല, ആക്ച്വലി ഒരെണ്ണം ഒരു ഫങ്ഷൻ ആണ്. അതിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഫങ്ഷൻ ഗെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫങ്ഷൻ നമുക്ക് നമ്മുടെ ക്ലാസ് മെത്തേഡായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ടാസ്ക് പുട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു മെത്തേഡ് നമുക്ക് നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, അപ്പോ അത് വേറൊരു മെത്തേഡ്, വേറൊരു മോഡിഫയർ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇപ്പം ലോക്കൽ ഡേറ്റ, ഇപ്പം ബിറ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ എന്ന പേരുള്ള ഒരു ബിറ്റ് ടൈപ്പ് വേരിയബിൾ ആ പെർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രമേ, ഇപ്പം നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ആഡ് അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വേറൊരു മോഡിഫയർ ആണ് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ചൈൽഡ് ക്ലാസ്സസിനെ കുറിച്ച് പഠിക്കും. അതായത് ഒബ്ജക്ട്സ്, ഒരു പേരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളെയാണ് ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പെർട്ടിക്കുലർ പേരന്റ് ക്ലാസ്സിനും ഈ ചൈൽഡ് ക്ലാസ്സുകൾക്കും മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ മെമ്പർ that can only be accessed by
a parent class and its child classes. ഓക്കെ, അതിനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ലൈക്ക് ആ രീതിയിലേക്ക് നമ്മുടെ ഡേറ്റ മെമ്പറിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫയർ ആണ് പ്രൊട്ടക്റ്റഡ്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡിഫയർ ആണ് ലോക്കൽ എന്ന് പറയുന്നത്, സോറി സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ പ്രീവിയസ് പേജിൽ നമ്മളിവിടെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ആ ഒരു ക്ലാസ്സിനെ ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഞാൻ ഇതേ ക്ലാസ്സിന്റെ മറ്റൊരു ഇൻസ്റ്റൻസ് ഞാൻ ഇവിടെ എടുക്കുവാണ്, ആഡ് A2. ഓക്കെ, അതിനെ ഞാൻ ഇവിടെ അതിന്റെ ഒരു കൺസ്ട്രക്ടറിനെ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. A2 ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കൺസ്ട്രക്ടറും കൂടി ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇസ് A1.data1 and A2.data1 stored in the same location? And the answer is no. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഒരു ക്ലാസ് ഉപയോഗിച്ച് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഈ ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇവ ഒരേ ക്ലാസ്സിൽ നിന്നാണ് ഉണ്ടായത് എന്ന ഒരു ബന്ധമല്ലാതെ മറ്റ് യാതൊരു ബന്ധങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ A1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, A2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി സ്പേസ് ആയിരിക്കും അലോട്ട് ചെയ്തത്. അപ്പൊ ഞാനിവിടെ ഈ data2 എന്ന് പറയുന്നതിന് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡിഫയർ ആഡ് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, A1-നാണെങ്കിലും A2-വിന് വേണ്ടിയിട്ടാണെങ്കിലും സ്റ്റാറ്റിക് ഈ data2 എന്ന് പറയുന്ന വേരിയബിൾ മാത്രം ഒരേ മെമ്മറി ലൊക്കേഷനിലായിരിക്കും നിൽക്കുന്നത്. അതായത് A1 ഉപയോഗിച്ച് നമ്മൾ data2-വിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ ദാറ്റ് വിൽ അഫക്ട് the data2 of A2. മനസ്സിലായോ? അതായത് data2 എന്ന് പറയുന്ന വേരിയബിളിനെ രണ്ട് ക്ലാസ്സുകൾക്കും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതല്ല, നിങ്ങൾ വെറുതെ ജസ്റ്റ് മോഡിഫയർ ഒന്നും ഇല്ലാതെ ഇതിനെ ഒരു പബ്ലിക് ഡേറ്റ മെമ്പർ ആക്കി കഴിഞ്ഞാൽ A1-ലെ data2-വിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ അത് A2-വിലെ data2-വിലേക്ക് വരത്തില്ല. കാരണം അത് രണ്ടും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്കിന്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ഇറ്റ് ഇസ് ഷെയർഡ് among all the objects. To be shared among all the objects. Okay, like change through one object could be reflected on the other. സോ അപ്പൊ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡേറ്റ മെമ്പർ കനോട്ട് ഫോം ഇൻഡിപെൻഡന്റ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ ഓക്കെ, ഇനി മറ്റൊരെണ്ണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന റാൻഡ് ആൻഡ് റാൻസി മോഡിഫയേഴ്സ് ആണ്. അതായത് നമ്മുടെ വേരിയബിളിൽ റാൻഡം വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റാൻഡം സ്റ്റിമുലസ് അല്ലെങ്കിൽ റാൻഡം ജനറേഷൻസിനെ ഹോൾഡ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡ് ആൻഡ് റാൻസി മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് മെത്തേഡ്സ് ആയിരിക്കും. ക്ലാസ് മെത്തേഡ്സ്, മറ്റൊന്ന് ക്ലാസിന്റെ മറ്റ് ചില പ്രോപ്പർട്ടീസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം,
അപ്പൊ ഈ ക്ലാസ് മെത്തേഡ്സിൽ തന്നെ നമ്മൾ ഫങ്ഷൻസ് ആൻഡ് ടാസ്ക് പഠിക്കും. ഫങ്ഷൻസ് ആൻഡ് ടാസ്ക് പഠിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ മെയിൻലി പിന്നെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡമൈസേഷൻ. അതിലാണ് നമ്മൾ റാൻസി, പ്രീ റാൻഡമൈസേഷൻ, പോസ്റ്റ് റാൻഡമൈസേഷൻ തുടങ്ങിയ കോൺസെപ്റ്റ്സ് നോക്കുന്നത്. റാൻഡമൈസേഷൻ പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് അസേർഷൻസ്. വളരെ ബേസിക് ആയിട്ടുള്ള അസേർഷൻസിന്റെ കോൺസെപ്റ്റ്സ് നോക്കും. അപ്പൊ അസേർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലൈക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുമല്ലോ, ഡിസൈൻ ടീമും വെരിഫിക്കേഷൻ ടീമുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ വെരിഫിക്കേഷൻ ടീമിന് ഡീറ്റെയിൽഡ് ആയിട്ട് അസേർഷൻസിന്റെ ഒരു സെഷൻ കാണും. അപ്പം അത് നോക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ജനറേറ്ററിന്റെയും സ്കോർ ബോർഡിന്റെ ഒക്കെ ആർക്കിടെക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യും. Okay, so that's it for today. Thank you.